ഹായ് നമസ്കാരം, ഞാൻ പ്രജിത്ത്. കോട്ടയം കാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഫോർച്യൂണർ ഓട്ടോമാറ്റിക് 4x2 ഓട്ടോമാറ്റിക് 2017 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 1,32,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസിൽ ഓടിയിരിക്കുന്ന വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫുള്ള് ചെക്ക് ചെയ്താണ്, ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം ചെയ്ത് വണ്ടി ചെക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണാം. ഇത് ഡീലർഷിപ്പിലോ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരുടെ കയ്യിലോ കിടക്കുന്ന വണ്ടിയല്ല, ഡയറക്റ്റ് പാർട്ടിയുടെ വണ്ടിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കാണാം. ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ ബമ്പർ ടു ബമ്പർ കമ്പനി പെയിൻറ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്രോൺസ് കളറിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡോറും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെക്ക് ചെയ്തതാണ്. എന്നാലും നമുക്കൊന്നും കൂടെ ഇത് കാണാം. ഇതിൻ്റെ ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം, പേസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാം. എല്ലാം ഒറിജിനൽ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് ഡോറിലും വരുവാണെങ്കിൽ ബാക്ക് ഡോറിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ്. ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം ടൊയോട്ടയുടെ ഷോറൂമിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അത് ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം വണ്ടിയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. വണ്ടിയുടെ ഡോർ പാഡുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടുത്തെ സ്വിച്ചും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ലെതറിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാം അത് എത്ര നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തതാണെന്നുള്ളത്. ഓക്കെ, ഈ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിക്കാം. ഇതിൻ്റെ ഇവിടുത്തെ കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതുണ്ട്, ഇതിൻ്റെ ബോഡി ലൈനും കാര്യങ്ങളും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ രീതിയിലാണ് ഇരിക്കുന്നത്. വണ്ടി നല്ല വൃത്തിയുള്ള വാഹനമാണ്. ഇനി നമുക്കിതിൻ്റെ ഡിക്കിയുടെ ഭാഗത്തേക്ക് വരാം. ഈ ടൈലൈറ്റും കാര്യങ്ങളും ഒക്കെ നല്ല വേറെ സ്ക്രാച്ചോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് തുറന്ന് ഇത് ഒന്ന് കാണാം. ഈ ബൂട്ട് തുറക്കുമ്പോൾ നമുക്ക് ഡിക്കി ഫുൾ ഒറിജിനലാണ്. കമ്പനി പേസ്റ്റിങ്ങും പഞ്ചിങ്ങും എല്ലാം തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. വേറെ അഴിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് ഈ നട്ടയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഇത് അഴിച്ചിട്ടോ റിപ്പയർ ചെയ്തിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം. വണ്ടി നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഉള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ അകത്തേക്ക് ഭാഗങ്ങൾ നോക്കിയാൽ ഇവിടുത്തെ സീറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഇൻറ്റീരിയറിൻ്റെ ഇതിൻ്റെ അകവശമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിൻ്റെ വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താന്നുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്താണ് നമ്മുടെ ടൂൾസും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത്. അതെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഭാഗങ്ങൾ കാണിക്കുന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ വണ്ടിയുടെ ഈ സൈഡിലത്തെ ടൈലൈറ്റും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ഓൾ ഒറിജിനലായിട്ടുള്ളതാണ്. സ്ക്രാച്ചോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമുക്കിപ്പോൾ ഇതിൻ്റെ അടിവശത്തേക്ക് ഒന്ന് പോകാം. ഇതിൻ്റെ നമുക്ക് സ്റ്റെപ്പിനിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം. ഇതിൻ്റെ സ്റ്റെപ്പിനിയൊക്കെ കണ്ടല്ലോ, ടോട്ടൽ അൺയൂസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പിനിയാണ്. വണ്ടിയുടെ അടിവശവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ്. ഇനി നമുക്ക് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഈ സൈഡിലെ ബോഡി ലൈനും കാര്യങ്ങളും പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം. നല്ല ക്ലിയർ ആണ്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡോറിൻ്റെ അകമൊക്കെ ഞാനൊന്ന് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ പഞ്ചിങ് പേസ്റ്റിങ് കാര്യങ്ങൾ, ഡോറിൻ്റെ ഒരു വൃത്തിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റും. അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. നിങ്ങൾക്ക് ഈ വണ്ടിയിൽ നിന്നല്ല ഏത് വാഹനം ആവശ്യമുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്തു തരുന്നതാണ്. ടൊയോട്ടയുടെ വണ്ടി മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, പ്രീമിയം വണ്ടികളും എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഫ്രണ്ട് ഡോറിലും ഈ ഗ്ലാസ്സുകളൊന്നും മാറിയിട്ടില്ല കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെയും പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെയും ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. നമ്മുടെ ഇൻറ്റീരിയർ എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ ഇതിനകത്തുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബോണറ്റും എൻജിൻ റൂമും ഒന്ന് പരിചയപ്പെടാം. ഈ ബോണറ്റിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കമ്പനി പേസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ നമ്മളെല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വണ്ടികളെല്ലാം നമ്മൾ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. പിന്നെ ഫ്രണ്ട് വിൻഷീൽഡ് ഓൾമോസ്റ്റ് വണ്ടികളുടെയൊക്കെ ചേഞ്ച് വരാറുണ്ട് ഡൽഹിയിൽ.
അത് പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട്. മിക്കവാറും കല്ലടിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പൊല്യൂഷൻ്റെ പ്രശ്നം കൊണ്ടോ ഒക്കെ, അതായത് ഒരുപാട് പൊടി ഇരിക്കുമ്പോൾ ഇവർ നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഇതായിട്ട് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുകയില്ല. അവർ പെട്ടെന്ന് ആ പൊടി കൂട്ടി അങ്ങ് വൈപ്പർ ഇടുവോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കുറേ കഴിയുമ്പോൾ സ്ക്രാച്ച് ആയിട്ട് വിസിബിലിറ്റി കുറയുമ്പോഴത്തേന് അവർ മാറാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടൊക്കെ വരുവാണെങ്കിൽ എല്ലാം പ്രോപ്പർ ജെന്യുവൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പോയിട്ടില്ല. ഈ സൈഡെല്ലാം ഓക്കെയാണ്. പിന്നെ നിങ്ങൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഈ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുക, ഈ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒറിജിനലായിട്ട് തന്നെ ഉള്ളതാണ്. ഈ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം ചെയ്തതാണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് എഞ്ചിനാണ്. നല്ല സുഖമായിട്ട് നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ടബിലിറ്റി കിട്ടിയ വണ്ടിയാണ്. അപ്പോൾ 2017 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 4x2 ഓട്ടോമാറ്റിക് ഫുള്ള് കമ്പനി സർവീസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഈ ഫോർച്യൂണറിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 22.5 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാഹനം വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. നിങ്ങൾ വാഹനം എടുത്ത് നാട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നിടം വരെയുള്ള എല്ലാ ഫോളോ അപ്പും കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഇനി ടൊയോട്ടയുടെ വണ്ടി, ഓക്കെ, ഈ വണ്ടിയുടെ ഒരു കാര്യം കൂടെ, ഈ ഫ്രണ്ട് വിൻഷീൽഡ് മാറിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഒന്നും കൂടെ പറയുവാണ്. ഇത് ടൊയോട്ടയുടെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. ഇത് 2023 ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് റെക്കോർഡിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹൈ ക്വാളിറ്റി വണ്ടികൾ ഡയറക്റ്റ് ഓണർമാരുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കാം, ഡൽഹിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളുടെ കോട്ടയം കാർസുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും അറിയാവുന്ന ആളുകൾക്കും ഷെയർ ചെയ്യുക. നമ്മളിങ്ങനെ ഒരു ചാനലുണ്ട് എന്ന് എല്ലാവരും ഒന്ന് പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.